നല്ല ആത്മനിറവിൻ ജീവിതം നയിക്കുന്ന ഒരു സഹോദരനാണ്. ഞങ്ങളുടെ വർഷിപ്പിൽ ഒരു ദിവസം അദ്ദേഹത്തെ എങ്ങും വിടാൻ ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ ജ്യേഷ്ഠൻ 2 വയസ്സിന് മൂത്തയാളാണ്. നല്ലൊരു വയലിനിസ്റ്റാണ്. ഈ പ്രിയ സഹോദരന്മാരാണ് ഞങ്ങളുടെ ആരാധനയെ നല്ല പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. സുബിൻ്റെ ആഗ്രഹം വിദേശത്ത് പോയി നന്നായി പഠിച്ചൊരു വയലിനിസ്റ്റായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ളതാണ്. നിങ്ങൾ സുബിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. സുബിൻ്റെ പിതാവ് ശശി നല്ലൊരു വയലിനിസ്റ്റാണ്, ഇവിടെയുണ്ട്, ശശി കുമാർ. നിങ്ങൾക്ക് ടി വിയിലൊക്കെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് ഷെയറിംഗ്. മിസ് ആൻ എബ്രഹാം ഫ്രം IPC ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി, കാലിഫോർണിയ. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വർഷൻ എബ്രഹാം അവരുടെ 2ാമത്തെ മകളാണ് മിസ് ആൻ. I think somebody will come for translate. Pastor Alex Mulamuttil, former PIPS State Secretary, will translate. Praise the Lord. Praise the Lord. Subin, that was an excellent job. That's a very tough act for me to follow now. സുബിൻ അതൊരു നല്ല ജോലിയാണ് ചെയ്തത്. നന്നായിരുന്നു. അത് പിന്തുടരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് കഴിയുമെന്ന് തോന്നുന്നില്ല. It's such a joy for me to be here with you in India after 5 years. 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളോട് ഒരുമിച്ച് ഇന്ത്യയിലായിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. And I thank God for giving me this opportunity to share a word of encouragement with you today. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനായി ചില വാക്കുകൾ പറയുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. For our meditation, I'd like to focus on someone who has been called the greatest manager who ever lived, but at the same time he had a less than satisfactory resume. നമ്മുടെ ധ്യാനത്തിനായിട്ട് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആ മനുഷ്യനെ ലോകത്തെ ഏറ്റവും വലിയ മാനേജ്മെന്റ് വിദഗ്ധനാണെന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. അപ്പോൾ തന്നെ ആ മനുഷ്യനെ വലിയ വിശ്വാസമുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. Would you hire a person whose profile listed the following? ഈ ഞാൻ പറയാൻ പോകുന്ന യോഗ്യതകളുള്ള ഒരാളിനെ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ അയാളെ എടുക്കുമോ, ഹയർ ചെയ്യുമോ? A person who is reluctant to lead. ആളുകളെ നയിക്കുവാൻ വിമുഖതയുള്ള ഒരാള്. A person who is distant. ആളുകളുമായി ബന്ധപ്പെടുവാൻ പ്രയാസമുള്ളയാള്. A stutterer. സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളയാള്. A person who never reaches his ultimate objective. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ഒരിക്കലും എത്തിച്ചേരുവാൻ കഴിയാതെ പോയ ഒരാള്. A person who strikes out instead of speaking. സംസാരിക്കാൻ പറയുമ്പോൾ വടിയെടുത്ത് അടിക്കുന്ന ഒരാള്. A person who settles disputes through impulsive violent means. വൈകാരികമായ കാര്യങ്ങളാൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരാള്. Someone who's temperamental to the point of smashing corporate mission statements. ക്ഷിപ്ര കോപം മുഖാന്തരമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യങ്ങളെ, ഒരു സമൂഹത്തിന്റെ മുഴുവൻ ജീവിത ലക്ഷ്യങ്ങളെ എറിഞ്ഞുടച്ച ഒരു മനുഷ്യൻ. A person who's prone to long mountaintop vigils. എന്നാൽ പർവ്വതങ്ങളുടെ മുകളിൽ പോയി കുറെ ദിവസങ്ങൾ ആരും കാണാതെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. I'm sure you can guess who this person is. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. The story of Moses recounted in Exodus encourages me because it proves that God uses unlikely people. ഈ പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മോശയുടെ ചരിത്രം എന്നെ പലപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്. അതെനിക്കൊരു വെല്ലുവിളിയായി തോന്നാറുണ്ട്. കാരണം ആരുമല്ലാത്തവരെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. Moses was brought up in the palace, but then he committed murder and his life headed for the pits. മോശ വളർത്തപ്പെട്ടത് ഒരു കൊട്ടാരത്തിലാണ്, പക്ഷേ അവൻ ചെയ്ത കൊലപാതക നിമിത്തമായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ടതായിട്ട് വന്നു. He then fled to the land of Midian and lived a seemingly unambitious life as a shepherd. അങ്ങനെ മിദ്യാനിലേക്ക് ഓടിപ്പോയി ഒരു ആട്ടിടയനായിട്ട് ആ മനുഷ്യൻ ജീവിച്ചു. But the amazing thing is that God called him and used him anyway. എന്നാൽ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ആ മോശയെ വിളിച്ച് ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അവനെ ഉപയോഗിച്ചു. We all know the story of Moses. മോശയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. Burning bush found in Exodus chapter 3. കത്തുന്ന മുൾപ്പടരുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുന്ന പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ സംഭവം നമുക്കറിയാം. One day while Moses was shepherding his father-in-law's flock, he noticed a bush that was aflame but not consumed by the fire. ഒരിക്കൽ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ മോശ ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടു. ഒരു മുൾപ്പടർപ്പ് കത്തുന്നു, എന്നാൽ അത് എരിഞ്ഞു പോകുന്നില്ല. Moses approached it and God revealed himself to him. മോശ ഈ മുൾപ്പടർപ്പ് ദർശിക്കുവാൻ വേണ്ടി അടുത്തേക്ക്
അടുത്തേക്ക് ചെന്നു. ദൈവം തന്നെ അവന് വെളിപ്പെടുത്തി, charging him with the mission of delivering the Hebrew slaves out of Egypt. അങ്ങനെ എബ്രായ അടിമകളെ വിടുവിക്കുവാനുള്ള പുതിയൊരു നിയോഗം ദൈവം അവന് നൽകി. And what does Moses do? അതിനുവേണ്ടി മോശ എന്താണ് പക്ഷേ ചെയ്തത്? He questions God and makes excuses. അവൻ ദൈവത്തെ ചോദ്യം ചെയ്യുകയും അവൻ ഒഴിവുകൾ പറയുകയും ചെയ്തു. He asked God, "Who am I to go?" മോശ ചോദിച്ചു, ഞാൻ ആരാണ് അതിനു വേണ്ടി പോകുവാൻ? When he asked God, when the Israelites asked, "Who sent you? What shall I tell them?" അവൻ ചോദിച്ചു, ഈ ഇസ്രായേലിൽ എന്നോട് ചോദിക്കും, നിന്നെ അയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? He asked God, "What if they do not believe me?" എന്നെ അവർ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? And he tells God, "I'm no good with words, send someone else." അതുകൊണ്ട് അവൻ അവസാനം പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടിയ ആളാണ്, അതുകൊണ്ട് ദയവായി മറ്റാരെയെങ്കിലും അയക്കണം. He was a reluctant leader and he questioned God. അവൻ ആളുകളെ നയിക്കുവാൻ വിമുഖതയുള്ള ആളായിരുന്നു. അവൻ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ ചോദ്യം ചെയ്തു. One thing that struck me as I was reading this passage is that God answers all of Moses' questions. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, മോശയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ദൈവം മറുപടി നൽകി. You can read God's answers in Exodus chapters 3 and 4. പുറപ്പാട് പുസ്തകം 3-4 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ മറുപടി നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. I won't go into the Lord's responses this evening, but it's a reassuring study that we can actually question God. ഈ ദൈവത്തിന്റെ പ്രതികരണങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൽ ഉറപ്പു നൽകുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ദൈവത്തോട് സംശയങ്ങൾ ഉന്നയിക്കുവാനുള്ള അവകാശമുണ്ട്. Moses indeed had his faults. മോശയ്ക്ക് തീർച്ചയായും അവന്റേതായ ന്യൂനതകൾ ഉണ്ടായിരുന്നു. But through his encounter with God in the burning bush, he overcomes his shortcomings through faith and trust in God. എന്നാലും മുൾപ്പടർപ്പുകളുടെ നടുവിൽ അവൻ ലഭിച്ച ദൈവവുമായുള്ള അഭിമുഖം ആ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ അവനെ സഹായിച്ചു. And I believe that if Moses can overcome through faith, we can too. അങ്ങനെ മോശയ്ക്ക് ആ വെല്ലുവിളികളെ ദൈവത്തിന്റെ അഭിമുഖം മുഖാന്തരം അതിജീവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നമുക്കതിന് കഴിയും. Hebrews 11 says it was by faith that Moses, when he grew up, refused to be called the son of Pharaoh's daughter. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ മോശ താൻ വളർന്നാരെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. It says it was by faith that Moses left the land of Egypt. വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ അവൻ മിസ്രയീം വിട്ടു. It says it was by faith that Moses commanded the people of Israel to keep the Passover. വേദപുസ്തകം പറയുന്നു, അവൻ വിശ്വാസത്താൽ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. And it was by faith that the people of Israel walked through the Red Sea. വിശ്വാസത്താലാണ് ഇസ്രായേൽ മക്കളെ ചെങ്കടലിലൂടെ കടന്നുപോയത്. The key words in the passage in Hebrews 11 is it was by faith. ഈ എബ്രായ ലേഖനത്തിലെ ആ പദപ്രയോഗം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗത്തിന്റെ പ്രാധാന്യത വിശ്വാസത്താൽ എന്നുള്ളതാണ്. But where did Moses get this faith? എന്നാൽ ഈ വിശ്വാസം മോശയ്ക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? Surely it wasn't innate in him. തീർച്ചയായും മോശയിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല. I read you his profile earlier. He doesn't sound like a great man of faith. നേരത്തെ ഞാൻ മോശയുടെ യോഗ്യതാപത്രം വായിച്ചു കേൾപ്പിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനെ വിശ്വാസമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. Faith is a gracious gift from God. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരു ദാനമാണ്. The ability to believe is a gift from God. ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള കഴിവ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് ദാനം ചെയ്യുന്നതാണ്. The disciples asked Jesus on more than one occasion to increase their faith. ഒന്നിലധികം പ്രാവശ്യം ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. Also in the New Testament, a father approaches Jesus and asks him to help him overcome his unbelief. ഒരു മനുഷ്യൻ പുതിയ നിയമത്തിൽ വായിക്കുന്നത്, ഒരു മനുഷ്യൻ ഒരു പിതാവ് യേശുവിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന്. We can ask Jesus for more faith. നമുക്ക് യേശുവിനോട് തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും, കർത്താവേ ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസം തരണമേ എന്ന്. The world prompts us to be cynical and disbelieve everything. ഈ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് സംശയാലുക്കളായി അവിശ്വാസികളായി എല്ലാത്തെയും അവിശ്വസിക്കുവാനായിട്ടാണ്. But when it comes to spiritual matters, we cannot even understand how the world was created without faith. എന്നാൽ ആത്മീയ ലോകത്തേക്ക് നാം വരുമ്പോൾ ഈ ലോകം നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് വിശ്വാസം ആവശ്യമാണ്. And the Bible says that without faith it's impossible to even please God. വേദപുസ്തകം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. Faith is essential for understanding spiritual truth. ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ആവശ്യമായ അത്യന്താപേക്ഷിതമായ കാര്യം വിശ്വാസമാണ്. The ability to believe is a gift, but it also needs to be cultivated. വിശ്വസിക്കുവാനുള്ള കഴിവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ തന്നെ അത് നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. So how is faith cultivated? അത് എങ്ങനെയാണ് ആ വിശ്വാസം നമ്മൾ അങ്കുരിക്കുന്നത്, അത് വികസിപ്പിക്കുന്നത്? Romans 10:17 provides an answer. റോമലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം അതിന്റെ ഉത്തരം പറയുന്നു. Faith comes by hearing, and hearing by the word of God. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. Moses heard the word of God. മോശ ദൈവത്തിന്റെ വചനം കേട്ടു. His mother instructed
instructed him in the ways of the Lord at a young age. അവന്റെ മാതാവ് അവന് ശിശുവായിരുന്നപ്പോൾ തന്നെ ദൈവിക വഴികൾ അവനെ ഉപദേശിച്ചു കൊടുത്തു. He spent 40 years in the desert meditating on the word and the law. 40 വർഷം മരുഭൂമിയിൽ അവൻ ഈ കേട്ട വചനങ്ങൾ ആവർത്തിച്ച് ഉരുവിട്ട് അത് ഓർത്തുകൊണ്ടിരുന്നു. God spoke to him and he listened, and that's how he ended up writing the first 5 books of the Bible. അവൻ ദൈവത്തെ ശ്രദ്ധിക്കുകയും ദൈവത്തെ കേൾക്കുകയും അങ്ങനെ ദൈവത്തിന്റെ മനസ്സറിയുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ 5 പുസ്തകങ്ങൾ അവൻ രചിക്കുവാനിടയായത്. Jesus said all things are possible for those who believe. യേശു പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ സകലവും സാധ്യമാണ്. And we're not believing in nothing. നമ്മൾ ചുമ്മാതങ്ങ് വിശ്വസിക്കുകയല്ല. We're believing in a compassionate, gracious, holy God. നാം വിശ്വസിക്കുന്നത് ദയാലുവായ മനസ്സരിവുള്ള വിശുദ്ധനായ ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. The object of our faith is God. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ദൈവമാണ്. And like Moses, by faith we can live a useful life unto the Lord. മോശയെ പോലെ വിശ്വാസത്താൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. So remember, the next time you feel like God can't use you, remember Moses. അടുത്ത പ്രാവശ്യം നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയില്ലെന്നുള്ള എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മോശയെ ഓർക്കുക. But also remember that Noah was a drunk. അത് മാത്രമല്ല, നിങ്ങൾ ഓർക്കുക വേദപുസ്തകത്തിലെ മറ്റു കഥാപാത്രങ്ങൾ. നോവ ഒരു കുടിയനായ മനുഷ്യനായിരുന്നു. Abraham was too old. അബ്രഹാം വയസ്സനായ ഒരാളായിരുന്നു. Jacob was a liar. യാക്കോബ് ഒരു കള്ളനായിരുന്നു. Leah was unattractive. ലേയ എന്ന് പറയുന്നയാള് സൗന്ദര്യമില്ലാത്തയാളായിരുന്നു. Joseph was abused. ജോസഫ് തന്റെ സഹോദരന്മാർ ഉപദ്രവം ഏൽക്കപ്പെട്ടവനാണ്. Gideon was afraid. ഗിദെയോൻ ഒരു ഭീരുവായിരുന്നു. Samson was a womanizer. സിംസോൻ ഒരു വീഴ്ചയുള്ള മനുഷ്യനായിരുന്നു. Rahab was a prostitute. രാഹാബ് ഒരു വേശ്യയായിരുന്നു. Jeremiah was too young. യെരമ്യാവ് വളരെ പ്രായം കുറഞ്ഞ ഒരാളായിരുന്നു. David had an affair and was a murderer. ദാവീദ് ഒരു വ്യഭിചാരിയും കൊലപാതകനുമായിരുന്നു. Elijah was suicidal. ഏലിയാവ് ആത്മഹത്യാ പ്രവണതയുള്ളയാളായിരുന്നു. Isaiah preached naked. യെശയ്യാവ് നഗ്നനായി പ്രവചനം ചെയ്തയാളാണ്. Jonah ran from God. ദൈവത്തിൽ നിന്ന് ഓടിപ്പോയവനാണ് യോന. Naomi was a widow. നവോമി ഒരു വിധവയായിരുന്നു. Job went bankrupt. യോബ് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി. John the Baptist ate bugs. യോഹന്നാൻ സ്നാപകൻ കഴിച്ചത് വെട്ടുക്കിളിയാണ്. Zacchaeus was too small. സക്കായി ഒരു ചെറിയ മനുഷ്യനായിരുന്നു. Martha worried about everything. മാർത്ത എല്ലാത്തെക്കുറിച്ചും വിചാരപ്പെടുന്ന ഒരാളായിരുന്നു. The Samaritan woman was divorced multiple times. ശമരിയക്കാരി സ്ത്രീയെ കുറിച്ച് പറയുന്നു ഒന്നിലധികം പ്രാവശ്യം വിവാഹം ഒഴിഞ്ഞു പോയ ആളായിരുന്നു. The disciples fell asleep while praying. യേശുവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോയ മടിയന്മാരായിരുന്നു. Paul was too religious. പൗലോസ് ഒരു വലിയ മതഭ്രാന്തനായ ആളായിരുന്നു. Timothy had an ulcer. തിമോത്തിയോസിന് അവന്റെ വയറ്റിൽ അൾസർ ഉള്ള ആളായിരുന്നു. And my favorite, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് Lazarus was dead. ലാസറസ് മരിച്ചയാളായിരുന്നു. So remember, God can use anyone. അന്ന് ഓർക്കുക, ഇന്ന് രാത്രിയില് ദൈവത്തിന് ആരെയും ഉപയോഗിക്കുവാൻ But കഴിയും. he doesn't leave us where we are. നമ്മളെ എവിടെ ആയിരിക്കുന്നു അവിടെ ദൈവം നമ്മെ ഉപേക്ഷിച്ചു He പോകുന്നില്ല. develops us into the person he wants us to be. നാം ആരായി തീരണമോ അത് ആക്കി തീർക്കുവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. By faith, he can use our lives. വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനെ ഉപയോഗിക്കുവാൻ കഴിയും. God can take a nobody and turn her into a somebody. ആരുമല്ലാത്തവനെ വലിയവനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. God can take a zero and turn him into a hero. ഒരു പൂജ്യമായി തീരുന്നവനെ നായകനാക്കി തീർക്കുവാൻ ദൈവത്തിന് God കഴിയും. can take a minus and turn it into a plus. നിങ്ങളുടെ ന്യൂനതകളെ അനുഗ്രഹങ്ങളാക്കി തീർക്കുവാൻ ദൈവത്തിന് And I കഴിയും. pray that God would use us to make a tremendous impact for him and for his glory. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവരാക്കി ദൈവം നമ്മളെ തീർക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്താൽ. God bless you. Thank you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Miss Anne.